നമസ്കാരം, ഞാൻ രശ്മി സരൻ. എല്ലാവർക്കും രശ്മി സരൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും തൂക്കം കുറവുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് തൂക്കം വെക്കുന്നതിനും അതുപോലെ അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാതെ നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഞവരയരിയാണ്. 200 ഗ്രാം ഉണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 10 മിനിറ്റ് ഒന്ന് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ടൊന്ന് വെള്ളം കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഒരു 10-15 മിനിറ്റോ വറുത്തെടുത്താൽ മതിയാകും. വറുത്തെടുത്തിരിക്കുന്ന അരി ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അരികളിൽ ഏറ്റവും ഔഷധ ഗുണമുള്ള അരിയാണ് ഞവര അരി. അതുപോലെ തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും പെട്ടെന്ന് ദഹിക്കുന്ന അരി കൂടിയാണിത്. ഇനി 1/2 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. 100 ഗ്രാമാണിത്. ഇതും 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തെടുക്കുക. പൊടിച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് പരന്നൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. കപ്പലണ്ടിയിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും ഹെൽത്തി ഫാറ്റ്സും മിനറൽസും വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കുട്ടികളുടെ വളർച്ചയ്ക്കും ബ്രെയിൻ ഡെവലപ്മെന്റിനും ഇമ്മ്യൂണിറ്റിക്കൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി 1/2 കപ്പ് കശുവണ്ടിയും 1/4 കപ്പ് വാൾനട്ടും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും 100 ഗ്രാം വീതമാണ്. രണ്ടും ഒന്ന് കരിഞ്ഞു പോകാതെ ചൂടാക്കിയെടുക്കാം. ഇത് രണ്ടിലും കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും അതേപോലെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ഫാറ്റ്സും ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി വേണ്ടത് 1/4 കപ്പ് കറുത്ത എള്ളാണ്. ഇതും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഫാനിൻ്റെ അടിയിൽ ഒരു 10 മിനിറ്റ് വെച്ച് വെള്ളം കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടായാലും എടുക്കാം. ഇനി അതല്ല, കഴുകിയിട്ട് അപ്പം തന്നെ വേണമെങ്കിൽ വറുത്തെടുക്കാം. പക്ഷെ വെള്ളം കളഞ്ഞെടുക്കുമ്പോഴായിരിക്കും നമുക്ക് വറുത്തെടുക്കാനായിട്ട് എളുപ്പം. എള്ള് കാണാൻ ചെറുതാണെങ്കിലും ഇതിൽ ഹൈ ലെവലിലാണ് എനർജി ഉള്ളത്. അതുപോലെ ധാരാളം വൈറ്റമിൻസും മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികളുടെ എല്ലുകളുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ മുതിർന്നവർക്കും എള്ള് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. നല്ല മുടി വളർച്ച ഉണ്ടാകും. പിന്നെ നല്ലൊരു സ്കിൻ ടോണും കിട്ടും. അതുപോലെ ബിപിയും ഷുഗറും കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് എള്ള് കഴിക്കുന്നത് നല്ലതാണ്. ഇനി വേണ്ടത് 1 കപ്പ് തേങ്ങയും കൂടിയാണ്. 100 ഗ്രാം തേങ്ങയുണ്ടത്. ഇത് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതുപോലെ വെള്ളം കളഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ലഡു കൂടുതൽ ദിവസം സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ വറുത്തിട്ട് തണുക്കാനായിട്ട് വെച്ചിരുന്ന അരി നട്ട്സൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ആദ്യം അരി പൊടിച്ചെടുക്കാം. അരി നല്ല ഫൈനായിട്ട് ഒട്ടും തരികളില്ലാതെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ഞവരരി ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരി ഉപയോഗിക്കാം. പക്ഷേ ഈ ഒരു അരിൻ്റെ പോഷക ഗുണങ്ങളോ ഔഷധ ഗുണങ്ങളോ ഒന്നും സാധാരണ അരിക്ക് കിട്ടൂല. അപ്പോൾ ഈ അരി ഉണ്ടെങ്കിൽ ഇത് തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാത്രം സാധാരണ അരി ഉപയോഗിക്കാം. ഇനി കശുവണ്ടിയും കപ്പലണ്ടിയും വാൾനട്ടും എള്ളും കൂടെ പൊടിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. കാരണം ഇതെല്ലാം എണ്ണക്കായ്കളാണ്. നമ്മൾ ഒരുപാട് നേരം ഇട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി അങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് അരി പൊടിച്ചതുപോലെ നല്ല ഫൈനായിട്ട് പൊടിക്കുന്നില്ല, തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി അടിയാട്ടിയുള്ളൊരു പാത്രം വെക്കുക. ഇതിലേക്ക് 250 ഗ്രാം ശർക്കര എടുക്കാം. 1/4 കപ്പ് ചീകിയ ശർക്കരയാണിത്. പാകത്തിനുള്ളൊരു മധുരമാണ്. മധുരം കൂടുതൽ വേണമെങ്കിൽ ഇതിൽ കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കര നന്നായിട്ട് ഉരുകി തിളച്ചു വരാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ആദ്യം ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനിയിലിട്ടിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടി നന്നായിട്ട് നനഞ്ഞു വരുന്ന വിധത്തിൽ ശർക്കരയായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ശർക്കരപ്പാനി ഉരുകി ഒരു നൂൽ പാകാവാനായിട്ടൊന്നും കാത്തു നിൽക്കരുത്. നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഒട്ടാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് വേണം വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർക്കാൻ. ഒരു നൂൽ പാകാവാനായിട്ട് കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ലഡു ഒരുപാടങ്ങ് കടുപ്പായി പോകും. അതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ശർക്കരപ്പാനിക്ക് ചെറിയൊരു ചൂടുള്ള സമയത്ത് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന കശുവണ്ടിയും കപ്പലണ്ടിയും വാൾനട്ടും എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ശർക്കരപ്പാനീൻ്റെ ചൂടൊന്ന് കുറഞ്ഞ് നമുക്ക് കൈകൊണ്ട് തൊടാനായിട്ട് പറ്റുന്ന ഒരു പാകമാകുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് കയ്യിലെടുത്ത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം.
ഈ ഒരു അളവിൽ സാധനങ്ങൾ എടുത്തപ്പം ഇതേപോലെയുള്ള ചെറിയ 35 ലഡു ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും നമ്മൾ വെള്ളം വറ്റിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂട് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം നമുക്കിത് പുറത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. എല്ലാ ദിവസവും ഇതേപോലെ ഒരു ലഡു കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ വെക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഈ ഒരു ചെറിയ ലഡുന്ന് തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു ലഡു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.